എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള ഒരാളാണ് മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ് നടത്തുന്ന കുഞ്ഞാറ്റയും ഇച്ചായനും. അവരെ അറിയാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു അധികം ആരുമില്ല, ഒത്തിരിയേറെ ആളുകൾ. എനിക്ക് തോന്നുന്നു ഞാൻ ആ ലോക്ക്ഡൗൺ ടൈമിലാണ് ഈ കുഞ്ഞാറ്റയൊക്കെ ഇവരുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് അവർ തുടങ്ങുമ്പോൾ കുറച്ച്, അതായത് വൈറ്റനിങ് ക്രീംസ് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കുഞ്ഞു പൊടിക്കൈകളും സൗന്ദര്യം വെക്കാനുള്ള പൊടിക്കൈകളും ഒക്കെ ഉള്ള ഇതുമായിട്ടാണ് പുള്ളിക്കാരി എന്തിരുന്നാലും ചാനൽ തുടങ്ങുന്നത്. ആ സമയത്ത് ഒത്തിരിയേറെ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ ഒന്നും ഇല്ലാത്തൊരു ചാനലായിരുന്നു. ആ സമയം തുടങ്ങി ഞാൻ ആ ചാനൽ കാണുന്നതും ഞാൻ അന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അന്ന് തൊട്ട് ഞാൻ ആ ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. സ്നേഹിച്ചാണ് അമലിനെ കല്യാണം കഴിക്കുന്നത്. എന്നിരുന്നാലും അവരുടെ വീട്ടുകാർക്ക് ഇച്ചിരി എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാവരും കൂടി കല്യാണമൊക്കെ നടത്തി കൊടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അമലിൻ്റെ വീട്ടിലുള്ള ഒരു നെക്സ്റ്റ് ഡേ അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ടും ആ ചാനൽ ഭയങ്കരമായിട്ടും പെട്ടെന്നങ്ങ് വളർച്ചയിലേക്ക് ഭയങ്കരമായിട്ട് വ്യൂസ് കിട്ടി. പിന്നെ അവർ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങി. ഇവർ ഈ കല്യാണം കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പേ കൊച്ചിയോ എറണാകുളം സൈഡ് എങ്ങോട്ടോ അവർ വീട് മാറി, അതായത് വാടകയ്ക്കൊരു വീടെടുത്ത് ഇവരങ്ങോട്ട് മാറി പോകുകയാണ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ ഇവർക്ക് കൊളാബ് കാര്യങ്ങൾ, ഇവരിങ്ങനെ പോകുന്നു, ഇവരുടെ യാത്ര, ഇവരുടെ ഫാമിലി നടക്കുന്ന കാര്യങ്ങൾ, ഇതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതല്ല. അപ്പം ഈ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ ഇങ്ങനെ ഇവർക്കൊരു കുഞ്ഞുവാവ ഉണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, മിക്കു ഉണ്ടായി. മിക്കുവിന് എന്തൊക്കെ ഇരുന്നാലും ഈ ഒരു ടൈമിലാണെങ്കിൽ പോലും, ഈ കുട്ടിയുടെ പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ പോലും ഈ കുട്ടി ഒറ്റയ്ക്കാണ് ആ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്, യൂട്യൂബിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. തന്നെ ഇരുന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. ആളുകളൊക്കെ പോകെ എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഹസ്ബൻഡ് എന്നാ സഹായിക്കാത്ത, ഹസ്ബൻഡിനും കൂടെ ഒന്ന് സഹായിച്ചുകൂടെ, ഇത്രയും വയ്യാതിരിക്കുമ്പം എങ്കിലും ഒന്ന് സഹായിച്ചുകൂടെ എന്നൊക്കെ. പുള്ളിക്കാരിയുടെ വീഡിയോസിൽ പലതിലും നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്, ഒന്ന് ഇച്ചായ ഒന്ന് വന്ന് സഹായിച്ച്, അതായത് അമലിനോട് കിഞ്ചി സംസാരിക്കുന്ന രീതിയിൽ വരെ സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇടയ്ക്ക് ഈ കുട്ടി ഇച്ചായന് ഭയങ്കര ആഗ്രഹമാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളി പുറത്തേക്ക് പോവുകയാണ്, എന്നല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഈ കുട്ടി പല കോഴ്സുകൾ ചെയ്തു, അതെല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നുണ്ട്. നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പുള്ളിക്കാരി നേരത്തെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് എന്തോ പഠിച്ചതാണ്, ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ എന്തോ പഠിച്ചതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ ആളുകളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്താ പറയുന്നത്, ബ്യൂട്ടീഷ്യന് ആളെ അത് പിടിച്ചിട്ട് ഒരുങ്ങാനൊക്കെ കല്യാണത്തിന് ആളുകളെ ഒരുക്കാനും ഒക്കെ ആയിട്ട് ഇവർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അന്നേരം ഈ പുള്ളിക്കാർ പറയുന്നുണ്ട്, ഞാൻ അന്നേരം ഇപ്പം അതിൽ പോകുമ്പം ഈ പുള്ളിക്കാരിയെ കൊണ്ടുപോകുന്നതിന് ഇച്ചായനൊരു ചെറിയ വണ്ടിക്കൂലി എന്നോണം ഞാൻ ചെറിയ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്, ഹസ്ബൻഡിന് പൈസ കൊടുക്കുന്നു, അതല്ല ഇച്ചായൻ്റെ ഒരു ആവശ്യത്തിന് ഇങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഈ കുട്ടിക്ക് കിട്ടുന്ന കുറച്ച് തുച്ഛമായ തുകയിൽ നിന്ന് മിച്ചം പിടിച്ച് ഈ കുട്ടി ഓരോ ചിരിച്ച ഗോൾഡും ഒക്കെ കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുമായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രമാത്രം ആ കൊച്ച് ഫാമിലിക്ക് വേണ്ടിയിട്ട്, അതായത് ആ ഒരു വീട്ടിലെ കാര്യങ്ങൾ വട്ടവെത്തിക്കാൻ വേണ്ടിയിട്ട് പോലും ഹാർഡ് വർക്ക് ചെയ്യും. അത് കാരണം ഞാനൊക്കെ ഒത്തിരിയേറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതിൻ്റെ അങ്ങനെ ഇരിക്കെ ഇവന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞ അമലിന് ഈ കുട്ടി ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇച്ചായൻ ഇവിടുന്ന് പോകാൻ യൂറോപ്പിനെങ്ങാണ്ട് പോകാനല്ല ശരിയായി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ വണ്ടി വിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടായിട്ട് ഇവരെ ഷോപ്പിങ്ങിനും കാര്യത്തിനും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നും ഒക്കെ പറഞ്ഞ് വേറൊരു വീഡിയോയിലൊക്കെ വന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിനുള്ളിൽ ഒരു 5 വീടെങ്കിലും മാറുന്നുണ്ടോയെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് വീട് മാറ്റും. അപ്പം ഇവർ പറയുന്നുണ്ട്, നമുക്കൊരു സ്ഥലത്ത് ഇങ്ങനെ വാടകയ്ക്കായതുകൊണ്ട് ചില സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒക്കെ പല റീസൺസും പറഞ്ഞ് ഇവരിങ്ങനെ പലയിടത്തും മാറുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെ പോകെ ഈ കുട്ടി രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് ഈ കുട്ടി ബ്യൂട്ടീഷ്യൻ്റെ കാര്യത്തിന് പോകുന്നുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരി പുതിയൊരു ഓൺലൈൻ ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം വീട്ടിലിരുന്ന് കൊച്ചു പിള്ളേരുടെയും വലിയ കുറേയൊക്കെ ഡ്രസ്സസും ഒക്കെ തയ്ച്ച് അത് ഓൺലൈൻ വഴി സെല്ല് ചെയ്യുകയായിരുന്നു. അതായിരുന്നു ഈ കുട്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യം.
അപ്പം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി എന്താ പറയുന്നത്, ഇതിങ്ങനെ ചെയ്തുകൊണ്ട സമയത്ത് ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ കൂടെ വീട്ടിലെ കാര്യം നോക്കണം, കൊച്ചിൻ്റെ കാര്യം നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി കഷ്ടപ്പെട്ടിരുന്ന അപ്പോഴും ആളുകളെല്ലാം ചോദിക്കുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാതെ ഇത്ര തയ്ക്കാതെ അങ്ങനെയല്ല ഇങ്ങനെ പല പല കമൻസും പലരും സ്നേഹത്തോടെ ഉപദേശിക്കുകയും ഒക്കെ ഒത്തിരിയേറെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞൊരു 6 മാസം ആയ സമയമായപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് പെട്ടെന്ന് അബോഷനായിപ്പോയി. അപ്പം അബോഷനായി കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾ ഒത്തിരിയേറെ ഈ കുട്ടിയെ വിമർശിക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ തന്നെ ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് വന്ന് എന്താ പറയുന്നത്, ക്യാമറയുടെ മുമ്പിലിരുന്ന് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അതുപോലെ അമലിൻ്റെ വീട്ടുകാരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ മാറ്റി പറയുന്നു. അങ്ങനെ ഒത്തിരിയേറെ കരയുന്നു. ഒത്തിരിയേറെ ഈ കുട്ടി കിടന്ന് ആ ഒരു വീട് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ കുട്ടി തന്നെ കിടന്ന്, അതായത് വരുമാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു, ആ വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും ഒറ്റയ്ക്ക് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ തന്നെ ഒരു സപ്പോർട്ടില്ലാതെ ഭയങ്കരമായിട്ട് ഈ കുട്ടി അങ്ങ് കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഈ കുട്ടിയുടെ അബോഷനൊക്കെ ആയി. ഇതൊക്കെ കഴിഞ്ഞ് ആളുകൾ ഭയങ്കരമായിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്കാരി ഇത് കഴിഞ്ഞിട്ട് മാൾട്ടയ്ക്ക് പോകാൻ ശരിയാവുന്നത്. അതായത് പുള്ളിക്കാരിയുടെ ഡെലിവറി കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ സമയത്താണ് പുള്ളിക്കാരിക്ക് മാൾട്ടയ്ക്ക് പോകാൻ എല്ലാം ശരിയാവുന്നത്. ആ സമയത്ത് പുള്ളിക്കാരി മാൾട്ടയ്ക്ക് പോയ സമയത്താണെങ്കിലും ഭയങ്കരമായിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു, നീ ഇതുപോലെ പോകാൻ വേണ്ടിയിട്ടല്ലേ, നീ അതിനു വേണ്ടിയിട്ട് ആ കൊച്ചിനെ കൊന്നു എന്നുള്ള രീതിയിലും ഒക്കെ ഒത്തിരിയേറെ ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരിയേറെ ആളുകളുടെ വായിൽ നിന്നുള്ള രൂക്ഷമായ വിമർശനമൊക്കെ കേട്ടിട്ടാണ് കുഞ്ഞാറ്റ മാൾട്ടയ്ക്ക് പോകുന്നത്. ഇപ്പം മാൾട്ടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി നല്ലൊരു നല്ല രീതിയിൽ ജീവിക്കുക, നല്ലൊരു ഇപ്പം ജോലിയൊക്കെ ആയി. അവിടെ ചെന്ന് കഴിഞ്ഞാലും Q&A ഒക്കെ ചോദിച്ച സമയത്ത് ഒത്തിരിയേറെ ആളുകൾ ഇതിനെപ്പറ്റി വിമർശിച്ചും ഒക്കെ ഒത്തിരിയേറെ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ആ കുട്ടി അത് ഈ അടുത്ത നാളിൽ പുള്ളിക്കാരി പുതിയതായിട്ടൊരു സംരംഭം നാട്ടിൽ അതുപോലെ എക്സ്പെൻസീവായിട്ട് കാശ് മുടക്കി സ്റ്റാർട്ട് ചെയ്യുവാന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഈ അടുത്ത് വീഡിയോ ഒക്കെ പുള്ളിക്കാരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് കണ്ടായിരുന്നു. ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്താണെങ്കിലും അതേ ഒത്തിരിയേറെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കുകയും വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഡമ്മിയൊക്കെ വാങ്ങിച്ചത് സെറ്റ് ചെയ്തതിൻ്റെ ഒക്കെ ഒത്തിരിയേറെ വീഡിയോസൊക്കെ ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അന്നേരപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, അമൽ എന്ത് എന്നുവെച്ചാൽ പുള്ളി അതിനകത്ത് ഇൻവോൾവ് അല്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകാതിരിക്കുകയാണ് ഇപ്പോൾ ഈ കുട്ടി നമ്മുടെ പുള്ളിക്കാരിയുടെ ചാനലിൻ്റെ അകത്ത് തന്നെ ഒരു പോസ്റ്റ് പുതിയതായിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് ഞാൻ ഡിവോഴ്സ് ആയി എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളതല്ല, കാരണം പുള്ളിക്കാരി എബ്രോഡാണ് ഇരിക്കുന്നത്, അമൽ നാട്ടിലാണുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരാൾ പ്രസൻറ്റ് ആവാതെ, ഒരാൾ ഹാജരാവാതെ കോടതിയിൽ നിന്ന് എങ്ങനെ ഡിവോഴ്സ് ആയി എന്ന് നമുക്കറിയില്ല. പക്ഷേ പുള്ളിക്കാരി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ എല്ലാവരും ഒത്തിരിയേറെ ആളുകൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഏറ്റവും ഉചിതമായ തീരുമാനമാണ്, ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു തീരുമാനം അതെടുത്തതെന്ന്. കാരണം എന്താ പറഞ്ഞാൽ അതുപോലെ ആ കുട്ടി കിടന്നത് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. അത് കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഇങ്ങനെ പാരൻസൊക്കെ തമ്മിൽ സെപ്പറേറ്റഡ് ആകുമ്പം ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം തോന്നിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടി ഒത്തിരിയേറെ സ്ട്രഗിൾ ചെയ്തു. അത് കഴിഞ്ഞാണ് അത് ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് അവർക്കുണ്ടായിരിക്കുന്ന കുഞ്ഞിനെയാണ്. കാരണം ആ കുഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൽ വളരേണ്ട ഒരു സമയത്ത് പാരൻസ് തമ്മിൽ സെപ്പറേറ്റഡ് ആകുമ്പം ആ കുഞ്ഞിനുണ്ടാവുന്ന ഒരു വിഷമവും ബുദ്ധിമുട്ടും വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ പെൺകുട്ടികൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പം ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ ഇത്ര ബോൾഡായിട്ടൊരു തീരുമാനം എടുത്തതിന് നമ്മൾ കുഞ്ഞാറ്റേനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഒത്തിരി സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളിൽ കൂടെയും പോയി അവസാനം നല്ലൊരു ഡിസിഷൻ. അതായത് സാധാരണ എല്ലാവരും നാട്ടുകാരെന്ത് പറയും, ആളുകൾ എന്ത് പറയും, ചുറ്റുവട്ടത്തുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ച് പലരും ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലല്ല, അത് സഹിച്ച് കടിച്ച് തൂങ്ങി ഒത്തിരി ഏറെ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നിടത്ത് ഈ പുള്ളിക്കാരി ഏറ്റവും നല്ലൊരു തീരുമാനം, പറ്റില്ല എന്ന് തോന്നിയവിടത്ത്
അതിട്ടു. അതെടുത്തൊരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടും തോന്നുന്നുണ്ട്. എന്നാൽ ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പം ഒത്തിരിയേറെ വിഷമവും തോന്നുന്നുണ്ട്.